മേഘാലയ ഹണിമൂൺ കൊലപാതക കേസ് അന്വേഷണത്തിൽ നിർണായകമായ ദൃശ്യങ്ങൾ പുറത്ത്. കൊല്ലപ്പെടുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് രാജാ രഘുവംശിയും ഭാര്യ സോനവും ട്രെക്കിംഗ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഒരു ട്രാവൽ ബ്ലോഗർ പുറത്തുവിട്ടത്. അതിനിടെ രാജാ രഘുവംശിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വടിവാൾ മേഘാലയ പോലീസ് കണ്ടെടുത്തു. മേഘാലയയിൽ ഹണിമൂൺ യാത്രയ്ക്ക് പോയ രാജാ രഘുവംശി എന്ന യുവാവിനെ ഭാര്യ സോനവും കാമുകനും ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയത് രാജ്യത്തെ നടുക്കിയിരുന്നു. കൊലപാതകത്തിന് മുൻപ് രാജാ രഘുവംശിയും ഭാര്യ സോനവും ട്രക്കിംഗ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. ട്രക്കിങ്ങിനിടെ സമീപത്തുണ്ടായിരുന്ന ഒരു ട്രാവൽ ബ്ലോഗറുടെ ക്യാമറയിലാണ് ഇരുവരും പതിഞ്ഞത്. രാജാ രഘുവംശിയും സോനവും ഒരുമിച്ചുള്ള അവസാന ദൃശ്യമാകാം ഇതെന്നാണ് അനുമാനം. അങ്ങനെയെങ്കിൽ കേസിലെ നിർണായക തെളിവാകും ഈ ദൃശ്യങ്ങൾ. അതിനിടെ രാജാ രഘുവംശിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വടിവാൾ പോലീസ് കണ്ടെടുത്തു. ആയുധത്തിന്റെ ചിത്രങ്ങൾ മേഘാലയ പോലീസ് പുറത്തുവിട്ടു. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് വാങ്ങിയ വടിവാൾ ഉപയോഗിച്ച് രാജാ രഘുവംശിയെ നിരവധി തവണ വെട്ടിയതായാണ് പോലീസ് പറയുന്നത്. രാജയെ കൊലപ്പെടുത്തിയതിലും ആസൂത്രണം ചെയ്തതിലും സോനമടക്കം 5 പ്രതികളാണുള്ളത്. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശികളായ രാജാ രഘുവംശിയും ഭാര്യ സോനമിനെയും മേഘാലയയിലെ മധുവിധ യാത്രയ്ക്കിടെ കാണാതായതാണ് സംഭവങ്ങളുടെ തുടക്കം. മെയ് 11 വിവാഹിതരായ ഇരുവരും 20 ഹണിമൂണിനായി മേഘാലയയിലേക്ക് പോയത്. മെയ് 22 സ്കൂട്ടർ റെന്റിനെടുത്ത് യാത്രയ്ക്കിറങ്ങിയ ദമ്പതികളെപ്പറ്റി പിന്നെ വിവരമൊന്നും ലഭിച്ചില്ല. ഇതോടെയാണ് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത്. പിന്നാലെ നടത്തിയ തെരച്ചിലിൽ ജൂൺ 2 മേഘാലയയിലെ ഉൾവനത്തിനുള്ളിലെ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്ന് രാജാ രഘുവംശിയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. സോനത്തെ കണ്ടെത്താനായില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സോനം തന്നെയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് സ്ഥിരീകരിക്കാവുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചത്. ഒടുവിൽ സോനം ഉത്തർപ്രദേശ് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. ഒരുമിച്ച് ജീവിക്കുന്നതിനായി സോനമും കാമുകൻ രാജ് കുശ്വാഹയും ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഇതിനായി 4 പേർക്ക് കൊട്ടേഷൻ നൽകുകയും ചെയ്തു. മധുവിധു യാത്രയ്ക്കിടെ തങ്ങൾ എവിടെയാണെന്നടക്കമുള്ള വിവരങ്ങൾ കൊലയാളികൾക്ക് കൈമാറിയത് സോനമായിരുന്നു. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് രാജാ രഘുവംശിയുടെ കുടുംബത്തിന്റെ ആരോപണം. സോനത്തിന്റെ മാതാപിതാക്കളെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.